അപ്പം നമ്മളെ ഇന്നത്തെ യാത്ര ലിവേക്കാണ്. നമ്മളപ്പോൾ ദിവസമായിരുന്നൊരു 80 കിലോമീറ്ററോളം സഞ്ചരിക്കാണ്ട് അവിടെ ഒരു വീടുണ്ട്. ആ വീട്ടിലേക്കാണ് യാത്ര. എന്ന് അവിടെ പണി നടക്കുന്നുണ്ട്. നമ്മളെ വർഷത്തിൽ 1-2 പ്രാവശ്യം ഇവിടെ വന്ന് നിൽക്കൂട്ടോ, ഒരു 10 ദിവസമൊക്കെ. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതും ഫുള്ള് തോട്ടങ്ങളാണ്. ഇവിടെയൊക്കെ പണിക്കാരുണ്ടാവും. ഇപ്പൊന്നും ഷോപ്പുകൾ തീരില്ല. കുറേ ഓടിക്കഴിഞ്ഞാലേ ഷോപ്പുകൾ കിട്ടുള്ളൂ സാധനങ്ങളൊക്കെ വാങ്ങാൻ. നമ്മൾ അൽമാരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ വീടുള്ളത്. ലെഫ്റ്റ് സൈഡ് കാണുന്നൊക്കെ മരുഭൂമിയാണ്. നമ്മളെ വീട്ടിൽ പെയിൻറ്റിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് പെയിൻ്റ് ആയിട്ട് പോകാൻ വണ്ടിയിൽ ഒന്ന് വണ്ടി മാറ്റിയിട്ടുണ്ട്. ഫോർഡാണ്. 20 ഡ്രമ്മോളം പെയിൻ്റ് ഉണ്ട് വണ്ടീൻ്റെ ബാക്കിൽ. അപ്പോൾ അതേറ്റ് പോവാണ്. ലിവേന്ന് ഓടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന പള്ളിയാണിത്. ഇവിടുന്നാണ് നമ്മൾ നിസ്കരിക്കാറ്. പിന്നെ ഇനിയൊരു 2-3 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പീടി കിട്ടും. ഈ റൂട്ടിൽ പൊതുവെ വാഹനങ്ങളൊക്കെ വളരെ കുറവാട്ടാണ്. നല്ല റോഡാണ്. ഈ ഏരിയയിലാണ് ലിവൻ്റെ ഫെസ്റ്റിവൽ നടക്കല്. നല്ല സുന്ദരമായ സ്ഥലം. നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ ഇറക്കങ്ങളും കയറ്റങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ വലത് സൈഡിലും ഇടത് സൈഡിലൊക്കെ ആളുകൾ താമസിക്കുന്ന വീടട്ടാ. ഇത് വർഷത്തിലൊക്കെ 1-2 പ്രാവശ്യം വന്നിട്ട് മാത്രം താമസിക്കുന്ന വീടുകളാണ് ഇതൊക്കെ. തോട്ടത്തിലൊക്കെ ബംഗാളികൾ പണിക്കാരുണ്ടാവും. നല്ല താമസിക്കാൻ പറ്റിയ സുന്ദരമായ സ്ഥലമാട്ടത്. നല്ല താമസിക്കാൻ പറ്റിയ നല്ല സുന്ദരമായ സ്ഥലം. ഈ റോഡിൻ്റെ സ്പീഡ് ലിമിറ്റ് പറഞ്ഞാൽ 100 കാരണം വളവും തിരിവൊക്കെയാണ് ഇവിടെ. ആ മുകളിൽ കാണുന്നതാണ് ഇവിടുത്തെ മൂഖഫ് ഷാബിയ. അവിടെ നമ്മളെ ഫാമിലിക്ക് വീടുണ്ട്. അവിടെ നമ്മുടെ അർബാബിൻ്റെ ബാക്കിക്കാരുടെ വീടൊക്കെ അതിൻ്റെ മേലുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു ബക്കാല. അതായത് അബുദാബിയിൽ ഇങ്ങനത്തെ ബക്കാല കാണാൻ കുറവാണ്. കാരണം ഒക്കെ ബക്കാലാക്കിയിട്ടുണ്ട്. സാധാ ഒരു സൂപ്പർ മാർക്കറ്റാണ്, ചെറിയ സൂപ്പർ മാർക്കറ്റ്. വയനാട്ടായതാണ്. ഇത് കഴിഞ്ഞ് ഒരു 10-12 കിലോമീറ്റർ ഓടിയാൽ മാത്രമേ നമുക്കിവിടെ ഷോപ്പ് കിട്ടുള്ളൂ. ഇവിടെ ഒരു ഷെയ്ക്ക് ബാലൻസ് ഉണ്ട് ദൂരന്ന്. ആ കാണുന്നത് ഒരു ഷെയ്ക്കിൻ്റെ പാലസാണ്. ഞാൻ അപ്പോൾ വണ്ടി ഇവിടെ നിർത്തിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. ലിവന് സൗദിക്ക് പോണ റോഡാട്ടത്. പാലസ്ക്ക് പോണ വഴിയാണിത്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകണം. ഈ വഴി കൂടാണ് പാലസ്ക്ക് പോവാം. സമയം 10 മണിയായി. മറ്റ് സമയങ്ങളൊക്കെ ഇവിടെ ഒട്ടകങ്ങളെ കാണുന്നുണ്ട്. ഈ ടൈം ആയതുകൊണ്ടാണ് ഒട്ടകങ്ങളൊക്കെ ഒന്നും കാണാനില്ല. മറ്റേത് ഇവിടെ ഒട്ടകങ്ങളുണ്ട്. നമ്മളെ നാട്ടിലെ പോലെ തന്നെ കേട്ടോ ലൈനൊക്കെ വൈദ്യുതി ലൈനൊക്കെ പോണത് മേലക്കൂടെയാണ്. ഈ ഏരിയയിലൊക്കെ 110 അതിൻ്റെ സൈഡിൽ ചെറിയ കേവിയൊക്കെ പോകുന്നുണ്ട്. നമ്മൾ മാസത്തിൽ 1-2 തവണ ഒക്കെ ഇവിടെ വരും കേട്ടോ. നമ്മളെ വീട് എന്തെങ്കിലും സംഭവിച്ചിരിക്കണ കേടുപാടൊക്കെ നോക്കാൻ ഇവിടെ ആളില്ല. നമ്മൾ വരലുണ്ട്. നമ്മൾ തന്നെ പിന്നെ ക്ലീനാക്കി പോക്കാണ്. ഇപ്പോൾ വർക്ക് കിടക്കണതുകൊണ്ട് അവിടെ ആളുകളുണ്ട്. അവിടെ
ഇന്നൊക്കെ ഫുള്ള് വലിയ വണ്ടികളാണ് ഈ റോഡിന്. ഇതാണ് ഇവിടുത്തെ ആടുകൾക്ക് പുല്ലെടുക്കുന്ന സ്ഥലം കേട്ടോ. റൈറ്റ് സൈഡിൽ കാണണേ. വീഡിയോയിൽ വലിയ ക്ലിയർ ഇല്ല. ഒരു സംഖ്യ പുല്ലുണ്ട് അവിടെ. വണ്ടി എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ട് റോഡിൽ സൈഡാക്കിയിട്ടുണ്ട്. ലിവ എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പെട്രോൾ പമ്പാണത്. പഴയ പെട്രോൾ പമ്പ്. ഇത് അൽമാരിയ കണ്ണൂർ ഷാബിയ എന്നാണ് ഇവിടെ അറിയപ്പെടുക. നമ്മളത് ഇവിടുന്ന് കുറച്ച് പോകണം. അൽമാരിയ ഷാബിയയിലാണ്. ഇതാണ് ആ പമ്പ്, പഴയ പമ്പ്. നമ്മൾ ലിവയിലൊക്കെ ആകുമ്പോൾ ഇവിടുന്നാണ് പെട്രോൾ അടിക്കല്. നമ്മൾ വീടെത്താനായിട്ടുണ്ട്. വലിയ വാട്ടർ ടാങ്ക് കൊണ്ടുകൊണ്ട് ഇതിന് മുന്നേ ഇവിടുന്ന് ഡീസൽ എടുത്തതിന് പെട്രോള് അത് ഇവിടുന്ന് ഒഴിവാക്കി പോകാൻ തോന്നുന്നുണ്ട്. അപ്പം നമ്മളെ വീടെത്തിയിട്ടുണ്ട്. ഇതൊക്കെ പഴയകാല ഓരോ വീടുകളാട്ടോ. ഇവിടുത്തെ ഓലൈറ്റൊക്കെ മറിച്ച് ഉണ്ടാക്കിയൊരു വീടാണ്. ഇതാണ് നമ്മളെ വീട്. ഇതിൻ്റെ ഉള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 8ാം നമ്പർ വീട്. അപ്പം നമ്മളിവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ സാധനം ഇറക്കാണ്ട്. അപ്പം നമ്മളെ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട്. ടീം ഇവിടെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പഴയകാലത്തെ വീട്ടിട്ടാണ്. നമ്മളൊക്കെ വരുന്ന മുന്നല്ലാണ്. റീവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പൈൻ്റൊക്കെ ഇറക്കി നമ്മൾ വീട്ടിൽ റിട്ടേൺ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.